ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. എല്ലാവർക്കും നമ്മുടെ +2 ക്ലാസ്സുകളൊക്കെ സ്കൂളിൽ ആരംഭിച്ചതാണ്. എല്ലാവരും ഗംഭീരമായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പരീക്ഷകളിൽ ഇതേപോലുള്ള ചോദ്യങ്ങൾ പലപ്പോഴായി ചോദിക്കാറുണ്ട്. സോ ഈ ചോദ്യം നമുക്ക് ക്രാക്ക് ചെയ്യാം. എങ്ങനെ ഇത്തരം ഒരു ചോദ്യം നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ വന്നാൽ ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. റൈറ്റ്. സോ ഏത് ചോദ്യം വന്നാലും ഇനിയിപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ആദ്യം ചെയ്യേണ്ട പരിപാടി വൃത്തിയായി മനസ്സിരുത്തി ഒരു 2 തവണ ചോദ്യം വായിക്കുക. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്ന കാര്യം ഒന്ന് തിരിച്ചറിയുക. കമോൺ, നമുക്ക് നോക്കാം. 2 ചാർജുകൾ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. 1 മൈക്രോ കൂളംബും 4 മൈക്രോ കൂളംബുമാണ് 2 ചാർജുകൾ. ആ 2 ചാർജുകളും 10 സെന്റിമീറ്റർ അകലെയാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കടാ, 2 ചാർജസ് 1 micro coulomb and 4 micro coulomb are separated at a distance of 10 centimeter. 10 സെന്റിമീറ്റർ അകലെയാണ് 2 ചാർജുകളും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഫൈൻഡ് എ പോയിന്റ് along the line joining of the two where another charge when placed experience no force. എന്താണ് പറയുന്നത്? എന്താണ് ചോദ്യത്തിൽ പറയുന്നത്? 2 ചാർജുകളുണ്ട്. 1 മൈക്രോ കൂളംബ് ചാർജുമുണ്ട്, 4 മൈക്രോ കൂളംബ് ചാർജുമുണ്ട്. 2 ചാർജുകളും 10 സെന്റിമീറ്റർ അകലത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ 2 ചാർജുകൾക്കിടയിൽ മൂന്നാമതൊരു ചാർജിനെ എവിടെ കൊണ്ടുപോയി വെച്ചാലാണ് അവനിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കുക? സോ ഞാൻ ചിത്രം വരച്ച് കാണിച്ചു തരാം. ശ്രദ്ധിച്ചോ മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കടാ. ആദ്യത്തെ ചാർജ് ഇതാ 1 മൈക്രോ കൂളംബ്, രണ്ടാമത്തെ ചാർജ് ഇതാ 4 മൈക്രോ കൂളംബ്. റൈറ്റ്, 2 ചാർജുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ 2 ചാർജുകളും തമ്മിലുള്ള ദൂരവും നമ്മുടെ ചോദ്യത്തിനകത്ത് പറഞ്ഞിട്ടില്ലേ? യെസ്, ദൂരവും പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ദൂരം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു 10 സെന്റിമീറ്റർ അകലെയാണ് 2 ചാർജുകളും വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് 10 സെന്റിമീറ്റർ. ഈ 2 ചാർജുകൾക്കും ഇടയിൽ ഞാൻ മൂന്നാമതൊരു ചാർജിനെ എവിടെ കൊണ്ടുപോയി വെച്ചാലാണ് അതിനകത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0, അല്ലെങ്കിൽ ആ മൂന്നാമത്തെ ചാർജ് ഇക്വിലിബ്രിയത്തിലായിരിക്കുക എന്നും ചോദിക്കാറുണ്ട്. സോ നെറ്റ് ഫോഴ്സ് 0 ആൻഡ് എക്സ്പീരിയൻസ് നോ ഫോഴ്സ് എന്നാണ് അവർ പറയുന്നത്. സോ മൂന്നാമത്തെ ചാർജ് നമുക്ക് ഒരു ഓമന പേരിട്ട് വിളിക്കാം. എന്ത് വിളിക്കാം? Q എന്ന് പറയുന്ന പേരിട്ട് വിളിക്കാം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചാർജ് എന്ന് വിചാരിക്കാം. സപ്പോസ് ഞാൻ മൂന്നാമത്തെ ചാർജിനെ നടുവിൽ കൊണ്ടുപോയി വെച്ചു. അതിനകത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കുമോ? നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്കിവിടെ ചാർജുകൾ ഏത് യൂണിറ്റിലാണ് നൽകിയിരിക്കുന്നത്? മൈക്രോ കൂളംബിലാണ് നൽകിയിരിക്കുന്നത്. ശരിയല്ലടാ? നമ്മൾ മൈക്രോ കൂളംബിലാണോ പൊതുവേ നമ്മൾ ചാർജ് പറയാറുള്ളത്? ഒരിക്കലുമല്ല, കൂളംബിലാണ് പറയാറുള്ളത്. സോ മൈക്രോ കൂളംബിനെ ഏതിലോട്ട് മാറ്റണം? കൂളംബിലോട്ട് മാറ്റണം. സോ 1 മൈക്രോ കൂളംബ് എത്ര കൂളംബിന് ഈക്വൽ ആണ്? എല്ലാവരും ശ്രദ്ധിക്കണം. 1 മൈക്രോ കൂളംബ് എന്ന് പറഞ്ഞാൽ 1 × 10⁻⁻6 കൂളംബിന് ഈക്വൽ ആണ്. 4 മൈക്രോ കൂളംബ് എന്ന് പറഞ്ഞാലോ 4 × 10⁻⁻6 കൂളംബിന് ഈക്വൽ ആണ്. ഇത് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ക്ലിയർ? ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. നമ്മൾ നടുവിൽ വെച്ചിരിക്കുന്ന ചാർജ് Q ആണ്. അത് എക്സാക്ട്ലി സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല. കാരണം എപ്പോഴാണ് നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കുക? 2 ചാർജുകൾ കൊടുക്കുന്ന ഫോഴ്സ് ഈക്വലും ഓപ്പോസിറ്റും ആവുമ്പോഴാണ് നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കുക, അല്ലെ? ഇവിടെ ഒരു എൻഡിൽ 1 മൈക്രോ കൂളംബ് ആണ്, അടുത്ത എൻഡിൽ 4 മൈക്രോ കൂളംബ് ആണ്. ഈ 4 മൈക്രോ കൂളംബിന് മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്, 4 ആണ്. ഇവിടെ 1 ഉള്ളൂ. സോ മാഗ്നിറ്റ്യൂഡ് കൂടിയ ഫോഴ്സ് എന്ത് ചെയ്യും? ഇതൊരു ടെസ്റ്റ് പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക കേട്ടോ. സോ ഇതൊരു ടെസ്റ്റ് പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക. സോ 4 മൈക്രോ കൂളംബ് അങ്ങോട്ട് പിടിച്ച് തള്ളും, 1 മൈക്രോ കൂളംബും ഇങ്ങോട്ട് പിടിച്ച് തള്ളും. രണ്ടുപേരും ഒരുപോലെ തള്ളുമ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ശരിയല്ലേ? എന്നെ 2 സൈഡിൽ നിന്നും ഒരുപോലെയാണ് തള്ളുന്നതെങ്കിൽ എനിക്ക് വല്ല അനക്കം ഉണ്ടാവില്ല, കാരണം എന്നിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. സോ 1 മൈക്രോ കൂളംബും 4 മൈക്രോ കൂളംബും ഒരുപോലെ ആ ചാർജിനെ പിടിച്ച് തള്ളുകയാണെങ്കിൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നടുവിൽ കൊണ്ടുപോയി വെച്ചാൽ അത്തരത്തിൽ നെറ്റ് ഫോഴ്സ് 0 ആവാൻ സാധ്യതയുണ്ടോ? ഇല്ല. കാരണം ഈ 4 മൈക്രോ കൂളംബിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്, ഇവിടെ മാഗ്നിറ്റ്യൂഡ് കുറവാണ്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്ന പോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ ഗടാഗടിയനായ ഒരു മനുഷ്യരും ഇവിടെ വളരെ കുഞ്ഞൊരു കുട്ടിയുമാണ്. രണ്ടുപേരും എന്നെ ഒരുപോലെ തള്ളുന്ന സമയത്ത് എന്നിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും? ഒരിക്കലുമല്ല. കാരണം ഇവൻ കൊടുക്കുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. ഗടാഗടിയൻ എന്നെ നന്നായി തള്ളും, ഇവനെ തള്ളാൻ അത്രത്തോളം എബിലിറ്റി ഉണ്ടാവില്ല, കാരണം ഇവന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്. സോ നടുവിൽ വെച്ചാൽ പരിപാടി ശരിയാവില്ല. റൈറ്റ്? കാരണം രണ്ടും ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഉള്ളത്, അതുകൊണ്ട് നടക്കില്ല. അടുത്തത്, ഞാൻ ഇവനെ എടുത്തിട്ട് 4 മൈക്രോ കൂളമ്പിന്റെ അടുത്ത് കൊണ്ടുവച്ചു. അപ്പോഴോ
ഒരിക്കലും ശരിയാവില്ല അല്ലെ. കാരണം ഞാൻ ഗടാഗടേനെ തൊട്ടപ്പുറത്ത് പോയി നിൽക്കുന്ന കണക്കാണ്. അവന് കൂടുതൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഞങ്ങൾ തമ്മിലുള്ള ദൂരം കുറഞ്ഞു. സോ അവൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. എന്നാൽ 1 മൈക്രോ കൂളംബ് എന്നാണെങ്കിൽ ഞാൻ വളരെ അകലത്തിലാണ്, അവന്റെ ഫോഴ്സ് കുറയുകയാണ് ചെയ്യുക. സോ 4 മൈക്രോ കൂളംബ് കൂടുതൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഇവിടെ നിന്നുള്ള ദൂരം കൂടിയതിനാൽ തന്നെ ഫോഴ്സ് കുറയും. കാര്യം മനസ്സിലായോടാ? സോ ഒരിക്കലും നമുക്ക് 4 മൈക്രോ കൂളംബിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടും ചാർജിനെ വെക്കാൻ പറ്റില്ല. പിന്നെ എവിടെ വെക്കാം? യെസ്, ഐ ക്യാൻ പ്ലേസ് ദ ചാർജ് നിയർ ടു 1 മൈക്രോ കൂളം. എനിക്ക് എവിടെ കൊണ്ടുപോയി വെക്കാം? 1 മൈക്രോ കൂളംബിന് അടുത്ത് കൊണ്ടുപോയി ആരെ വെക്കാം? ഈ ടെസ്റ്റ് പോസിറ്റീവ് ചാർജിനെ വെക്കാം. കാരണം 1 മൈക്രോ കൂളംബിന്റെ അടുത്താവുമ്പോൾ അവൻ കൊടുക്കുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. 4 മൈക്രോ കൂളംബിൽ നിന്ന് അകലെയാവുമ്പോൾ അവൻ കൊടുക്കുന്ന ഫോഴ്സ് കുറവായിരിക്കും. സോ അപ്പോൾ ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് ദ നെറ്റ് ഫോഴ്സ് ബിക്കം 0. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നെറ്റ് ഫോഴ്സ് 0 ആവാൻ ഒരു സാധ്യതയുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായോ? സോ എവിടെ ചാർജിനെ കൊണ്ടുപോയി വെക്കണം എന്ന വ്യക്തമായ ധാരണ വെച്ചോ. കൃത്യമായിട്ട് മനസ്സിലായില്ല. നടുവിൽ വെച്ചാൽ ഒരിക്കലും സാധിക്കില്ല. 4 മൈക്രോ കൂളംബിന് അടുത്തുകൊണ്ട് വെച്ചാൽ അപ്പോഴും സാധിക്കില്ല. കാരണം എന്താണ്? കാരണം ഡിസ്റ്റൻസ് കുറയും, ഫോഴ്സ് കൂടും. സോ അടുത്തത് 1 മൈക്രോ കൂളംബിന് അടുത്തുകൊണ്ട് വെച്ചാലേ കാര്യമുള്ളൂ. കാരണം അവന് മാഗ്നിറ്റ്യൂഡ് കുറവാണ്. സോ അവൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ അവൻ്റെ ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ 4 മൈക്രോ കൂളംബിൽ നിന്ന് അകലെ കൂടിയായിരിക്കും. സോ അതിനാൽ തന്നെ 4ന്റെ ഫോഴ്സ് കുറവായിരിക്കും. സോ അവിടെ ടോട്ടൽ നെറ്റ് ഫോഴ്സ് 0 ആവാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. ക്ലിയർ? ഇതാണ് കൺസെപ്റ്റ്. ഒരു എളുപ്പ വഴി ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ചാർജിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കുക, അത്രേ ഉള്ളൂ. അതാണ് എളുപ്പ വഴി. കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞു തന്നത്. മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ചാർജിന് അടുത്തുകൊണ്ട് വെച്ചാൽ പരിപാടി ചെയ്യും. അതാണ് ഏറ്റവും ലളിതമായ വഴി. റൈറ്റ്. ഇനി നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ എഴുതാനുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മുഴുവൻ മക്കളും എൻ്റെ കൂടെ നിൽക്കണടാ, എങ്കിലേ കാര്യമുള്ളൂ. റൈറ്റ്. കുറച്ച് ഡിസ്റ്റൻസുകൾ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ദൂരങ്ങളൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മുഴുവൻ മക്കളും എനിക്ക് പറഞ്ഞു തരണടാ. ഓക്കെ. ഈ ദൂരം നമ്മളിപ്പോൾ സപ്പോസ് എക്സ് ആയിട്ട് എടുത്തു. ഈ ഡിസ്റ്റൻസ് ഞാൻ എന്തായിട്ട് എടുക്കുകയാണ്? എക്സ് ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. എക്സ് ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. ഈ ദൂരം ഞാൻ എന്തായിട്ട് മക്കളെ എടുത്തു? എക്സ് ഡിസ്റ്റൻസ് ആയിട്ട് ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക. കുറച്ചുകൂടി താഴോട്ട് എടുക്കാടാ. ഫൈൻ. ഇവന്മാരെ പിടിച്ച് മുകളിലോട്ടാക്കാം. ഈ ദൂരം ഞാൻ എക്സ് ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. അഥവാ 1 മൈക്രോ കൂളംബും ക്യൂവും തമ്മിലുള്ള ദൂരം എക്സ് ആണെങ്കിൽ, 1 മൈക്രോ കൂളംബും ക്യൂവും തമ്മിലുള്ള ദൂരം ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 4 മൈക്രോ കൂളംബും ക്യൂവും തമ്മിലുള്ള ദൂരം എന്തായിരിക്കും? 1 മൈക്രോ കൂളംബും ക്യൂവും തമ്മിലുള്ള ദൂരം എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 4 മൈക്രോ കൂളംബും ക്യൂവും തമ്മിലുള്ള ദൂരം എന്തായിരിക്കും? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. മുഴുവൻ മക്കളും കമന്റ് ചെയ്യണം. കമോൺ. എന്തായിരിക്കും? ഒരു സംശയവും വേണ്ട. അത് 10 - x സെന്റിമീറ്റർ ആയിരിക്കും. കാരണം ടോട്ടൽ 10 സെന്റിമീറ്റർ അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ ആണ്. ഇത് എക്സ് ആണെങ്കിൽ അത് 10 - x സെന്റിമീറ്റർ ആയിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് വിശദമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കുന്നുണ്ട്. സോ താല്പര്യമുള്ളവരൊക്കെ താഴെ കാണുന്ന സ്ക്രോളിൽ നമ്മുടെ നമ്പർ ഉണ്ട്. കോൺടാക്ട് ചെയ്ത് ഉടനെ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. സെക്കൻഡ് ബാച്ചിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. സോ ആ ഒരു കാര്യം നിങ്ങൾ ആരും മറന്നു പോരുത്. ഇപ്പോഴും ഇനിയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. റൈറ്റ്. ഈ കാര്യം മനസ്സിലായില്ലേ? സോ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയാണ്? ഇത് 10 - x സെന്റിമീറ്റർ ആയിരിക്കും. ഇത്രയും കാര്യം നിങ്ങൾ ഇനീഷ്യലി വരച്ചു മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഇനി നമുക്ക് ഏത് ഡിസ്റ്റൻസ് ആണ് എക്സ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാം. അതിലോട്ടാണ് കിടക്കാൻ പോകുന്നത് കേട്ടോ. സോ അതിനാദ്യം നമ്മൾ 2 ഫോഴ്സുകൾ കണ്ടുപിടിക്കണം. കൂളംസ് ലോ പ്രകാരം ഫോഴ്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. സോ ആദ്യം F1 എന്ന് പറഞ്ഞാൽ 1 മൈക്രോ കൂളംബ് ക്യൂവിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ്. F1 എന്ന് പറഞ്ഞാൽ 1 മൈക്രോ കൂളംബ് ക്യൂവിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് F1 എന്ന് പറയുന്നത്. അത് എത്രയായിരിക്കും നമുക്ക് നോക്കാം. കമോൺ. സോ ഇക്വേഷൻ അറിയാം. 1/4πε0. 1 മൈക്രോ കൂളംബ് അല്ലേ? സോ 1 × 10⁻⁻⁶. അടുത്ത ക്യൂ എന്ന് പറയുന്ന ചാർജിലല്ലേ? സോ ക്യൂ ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് ആണ്. സോ x². ഇക്വേഷൻ നമ്പർ 1. ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ കൂടി അണ്ണനൊന്ന് എഴുതി തരാം, മറന്നു പോരുത്. F = 1/4πε0 Q1 Q2 / R² ആണ് ജനറൽ ഇക്വേഷൻ കൂളംസ് ലോ പ്രകാരം. Q1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാർജ് ആണ്, അത് 1 × 10⁻⁻⁶ ആണ്. Q2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ചാർജ് ആണ്, അത് ഇവിടെ എത്രയാണ്? Q അഥവാ ടെസ്റ്റ് പോസിറ്റീവ് ചാർജ് ആണ്. ഡിസ്റ്റൻസ് ആണ് R². സോ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? X ആണ്. സോ x². റെഡി? ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F2 കണ്ടുപിടിക്കണം. അഥവാ 4 മൈക്രോ കൂളംബ് ക്യൂവിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് F2. 1 മൈക്രോ കൂളംബ് ക്യൂവിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് F1. 4 മൈക്രോ കൂളംബ് ക്യൂവിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് F2 എന്ന് പറയുന്നത്. സോ അതിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. സോ F2 = 1/4πε0. 4 മൈക്രോ കൂളംസ് 4 × 10⁻⁻⁶ × Q. അവിടെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ? 10 - x ആണ്. സോ താഴെ എന്ത് വരും? 10 - x². 10 - x². ഇക്വേഷൻ നമ്പർ എത്രയാണ്? 2.
അടിപൊളിയായി ഗംഭീരമായി കാര്യം മനസ്സിലായോ? സോ രണ്ട് ചാർജുകളും ആ നടുവിൽ വെച്ച ടെസ്റ്റ് പോസിറ്റീവ് ചാർജിൽ കൊടുക്കുന്ന ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത കാര്യം, നെക്സ്റ്റ് കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് റിപ്പൾസീവ് ഫോഴ്സും ഈക്വൽ ആവുമ്പോഴല്ലേ ക്യൂവിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആവുക. യെസ്, ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആവുമ്പോഴാണ് നെറ്റ് ഫോഴ്സ് 0 ആവുക. സോ അങ്ങനെയെങ്കിൽ രണ്ട് ഫോഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. F1 will be equal to F2 ആവുന്ന സാഹചര്യം, ശരിയല്ലേ? F1 will be equal to F2 ആവുന്ന സാഹചര്യം. അങ്ങനെയാണെങ്കിൽ 1/4πε0 1 into 10 raised to -6 into Q divided by x square എന്തിന് ഈക്വൽ ആയിരിക്കും? 1/4πε0 4 into 10 raised to -6 into Q divided by 10 - x whole square ഈക്വൽ ആവുമ്പോൾ അപ്പോഴാണ് നെറ്റ് ഫോഴ്സ് എന്താവുക? 0 ആവുക. ആ ചാർജിൽ ഒരു ഫോഴ്സും ആക്ട് ചെയ്യാതിരിക്കുക. കോമൺ ടേംസ് ഒക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യാം. 1/4πε0 രണ്ട് സൈഡിലുമുണ്ട്, ക്യൂവും രണ്ട് സൈഡിലുമുണ്ട്, 10 raised to -6ഉം 10 raised to -6ഉം രണ്ട് സൈഡിലുമുണ്ട്. ക്ലിയർ അല്ല? അതെല്ലാം ക്യാൻസൽ ചെയ്തു. സോ ബാക്കി എന്താണ് മക്കളെ ചെയ്യാനുള്ളത് നോക്കടാ. 1/x² എന്തിന് ഈക്വൽ ആയിരിക്കും? ശ്രദ്ധിച്ചേ, 1/x² എന്തിന് ഈക്വൽ ആയിരിക്കും? 4 divided by 10 - x whole square ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രോസ് ചെയ്യട്ടെ, അഥവാ ഇവനെ ഇങ്ങോട്ടും ഒന്ന് ക്രോസ് ചെയ്യട്ടെ. സോ 10 - x whole square എന്തിന് ഈക്വൽ ആയിരിക്കും? 4x² ഈക്വൽ ആയിരിക്കും. ഞാനൊന്ന് രണ്ട് സൈഡും റൂട്ട് എടുക്കട്ടെ. അപ്പോൾ 10 - x whole square റൂട്ട് എത്രയാണ്? 10 - x ആണ്. 4x² റൂട്ട് എത്ര? 4ന്റെ റൂട്ട് 2 ആണ്. x² റൂട്ട് x ആണ്. സോ 2x -x അപ്പുറത്ത് പോകുമ്പോൾ +x ആവില്ലേ? സോ 10 = 2x + x ആയിട്ട് മാറും. സോ 10 = എത്ര വരും? 3x ആയിട്ട് മാറും. Therefore x = എത്ര വരും? 10/3 സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ എക്സിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? 10/3 സെന്റിമീറ്റർ. ക്ലിഞ്ചർ ആയിട്ട് എൻ്റെ എല്ലാ മക്കൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതുപോലുള്ള ചോദ്യം നമ്മുടെ ചോദ്യ പേപ്പറിൽ നിരവധി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ മനസ്സിലാക്കി തന്നെ പഠിക്കുക. കൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതിൻ്റെ കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അഗ്നി ബാച്ചിനകത്ത് ഉറപ്പായും ജോയിൻ ചെയ്യാം. താഴെ സ്ക്രോളിൽ നമ്മുടെ നമ്പർ പോകുന്നുണ്ട്. സോ അടിപൊളിയായിട്ട് പഠിക്കുക, ഗംഭീരമായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ.